ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദുൽഹിജ്ജ 10 ദിവസം ദുആകൾ നമ്മൾ അധികരിപ്പിക്കണം എന്ന്. അപ്പോൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ ദുആ ചെയ്യേണ്ട ദിവസങ്ങളാണ്. ദുആ ചെയ്യാൻ അല്പസമയമെങ്കിലും നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. മാത്രമല്ല, അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള രാത്രികൾ നല്ല ശ്രേഷ്ഠതയുള്ള രാത്രികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ രാത്രി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. മാത്രമല്ല, ദുൽഹിജ്ജയിലെ 9, 10 ദിവസങ്ങൾ അഥവാ ദുൽഹിജ്ജ 9-ൻ്റെ അന്ന് അറഫ ദിവസം പകലും ശ്രേഷ്ഠമാണ്, അതിൻ്റെ രാവും ശ്രേഷ്ഠമാണ്. അറഫയുടെ രാവും ശ്രേഷ്ഠമാണ്, അറഫയുടെ പകലും, അത് രണ്ടും ശ്രേഷ്ഠമാണ്. മാത്രമല്ല, വലിയ പെരുന്നാളിൻ്റെ രാവും ശ്രേഷ്ഠമാണ്, വലിയ പെരുന്നാളിൻ്റെ അന്ന് പകലും ശ്രേഷ്ഠമാണ് ദുആ ചെയ്യാൻ. അപ്പോൾ ആ ദുൽഹിജ്ജ 9ഉം 10ഉം നമ്മൾ പ്രത്യേകം രാത്രിയും പകലും ദുആ ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദുആ ചെയ്യാൻ പറ്റിയ നല്ല സമയങ്ങളാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അറഫ ദിവസത്തെ ദുആനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫ ദിവസത്തിലെ ദുആ ആണ് എന്നാണല്ലോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ദുആൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ദുആൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ വെച്ച് ഒരുപാട് സമയം ദുആ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുസ്അല, അള്ളാഹുവിന് ദുആ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുന്നത്, അള്ളാഹുവേ എൻ്റെ ദോഷം പുറത്തു തരണേ, എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കണേ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും. മാത്രമല്ല, ഇനി കേട്ടോളൂ, മല്ലം യദ്ഉല്ലാഹ സുബ്ഹാനഹു ഗളിബ അലൈഹി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരോട് അവൻ കോപിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവർ ഉണ്ടല്ലോ, അവരോട് അള്ളാഹു കോപിക്കുന്നതാണ്. അപ്പോൾ ദുആ ചെയ്യാത്തവർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് ദേഷ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാവാൻ പാടില്ല. നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹുവിനോട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കണം. നല്ല പ്രതീക്ഷയോടുകൂടി നമ്മൾ ചോദിക്കണം. നല്ല നല്ല ദിവസങ്ങളിൽ നല്ല നല്ല സമയങ്ങളൊക്കെ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് 2 കൈകളും ഉയർത്തി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോട് തന്നെ കൂടെ നമ്മൾ ദുആ ചെയ്യണം. ഞാനൊന്നും ദുആ ചെയ്തിട്ട് കാര്യമില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. എന്നിട്ട് അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ച് ദുആ ചെയ്യണം. എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ദുആ ചെയ്യുക. അപ്പോൾ നമ്മുടെ ദുആക്ക് ഉത്തരമുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ദുആ ചെയ്യണം. മാത്രമല്ല, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ കുടുംബത്തിന് ദുആ ചെയ്യണം. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ തുടങ്ങി എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ദുആ സ്വീകരിക്കപ്പെടും. അങ്ങനെ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ്
ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അള്ളാഹു തആല അതൊക്കെ തരും. നമ്മുടെ ജീവിതം റാഹത്താവും, ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. നമ്മുടെ ആഖിറവും ചോദിക്കണം, ദുനിയാവിൻ്റെ കാര്യങ്ങളും ചോദിക്കണം, ആഖിറവും ചോദിക്കണം. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനൊക്കെ നമ്മൾ ദുആ ചെയ്യണം. പരലോകം റാഹത്താവാൻ വേണ്ടി ദുആ ചെയ്യണം. ദുനിയാവിലെ ജീവിതമൊക്കെ സന്തോഷത്തിലാവാൻ ദുആ ചെയ്യണം. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് അവനോട് ദുആ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ ചെയ്യാത്തവരായി അവൻ്റെ കോപം വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.